നമസ്കാരം, ബോസ്വാല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് HDFC ബാങ്കിന്റെ ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള ചില സേവിംഗ് സ്കീമുകളെ കുറിച്ചാണ്. അതായത് നമുക്കൊരു പ്രത്യേക ഗോൾ, നമ്മുടെ ലൈഫിൽ ഒരു പ്രത്യേക ഗോൾ നമ്മൾ ബേസ് ആയിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര കാലത്തിനുള്ളിൽ ഇന്ന കാര്യം അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു വാഹനം വാങ്ങണം, ഒരു വീട് വെക്കണം, കുട്ടിയുടെ വിവാഹം നടത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് അത്തരത്തിൽ ഗോൾ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് സേവിങ്സ് നടത്താൻ പറ്റുന്ന HDFC ബാങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില സേവിംഗ് സ്കീമുകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് HDFC മൈ പാഷൻ ഫണ്ട് ആണ്. ഇത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ മോഡലിൽ പ്രവർത്തിക്കുന്ന ഒരു സേവിംഗ് സ്കീമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ടൈം ഫ്രെയിമിൽ ഒതുക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് 6 മാസം, 1 വർഷം, ഇത്തരത്തിലൊരു ഇന്ന സമയത്തിനുള്ളിൽ ഇത്ര പണം വേണം എന്ന ലക്ഷ്യത്തോടു കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു സ്കീം നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നായിരിക്കും. എല്ലാ മാസവും ഒരു ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് പോലെ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അടക്കാം. അതായത് ഇന്ന മാസം എനിക്ക് എക്സ്ട്രാ കുറച്ച് പണം അടക്കാനുള്ള ഒരു കപ്പാസിറ്റി, കുറച്ച് എക്സ്ട്രാ എമൗണ്ട് എനിക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ പണവും അതിലേക്ക് ഇടാം. പക്ഷേ ഇത് 3 തവണ മാത്രമേ ഒരു വർഷം സാധ്യമാവുകയുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ 10,000 രൂപ പ്രതിമാസം ഇൻസ്റ്റാൾമെന്റ് ഇതിലേക്ക് നടത്തുന്നു. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് പണം എക്സ്ട്രാ, ഒരു 5,000 രൂപ എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ അടക്കാമല്ലോ സാഹചര്യം നിങ്ങൾക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3 തവണ വരെ ഇത്തരത്തിലുള്ള ഒരു സർപ്ലസ് എമൗണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് മാറ്റിവെക്കാം. ഈ സ്കീമിന്റെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് FDയിൽ നിന്ന് കിട്ടുന്ന അതേ റിട്ടേൺ തന്നെ HDFC മൈ പാഷൻ ഫണ്ടിൽ നിന്നും ലഭിക്കുന്നു. പക്ഷേ FDയെ പോലെ നിങ്ങളുടെ പണം ഒരുപാട് കാലത്തേക്ക് ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു പ്രവണത ഇവിടെ ഇല്ല. നിങ്ങളുടെ പണം ഇവിടെ ഫ്ലെക്സിബിൾ ആണ്, റിജിഡ് അല്ല. അത് മാത്രമല്ല, ഈ നിക്ഷേപ കാലയളവിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള എമർജൻസി വരികയാണെങ്കിൽ, നിങ്ങൾക്ക് നിക്ഷേപം തുടരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർഷ്യലി പണം പിൻവലിക്കാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. അതുകൂടാതെ സാധാരണ ഉണ്ടാകുന്നത് പോലെ വലിയൊരു പെനാൽറ്റി ഒന്നും ഇതിലുണ്ടാകില്ല. ചെറിയൊരു എമൗണ്ട് നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണം ഭാഗികമായി പിൻവലിക്കാനുള്ള സൗകര്യവും ഇവർ ഒരുക്കി തരുന്നു. സോ നിങ്ങൾ ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനായിട്ട് കുറച്ച് ഫണ്ട് കരുതാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് പണം സ്വരൂപിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ HDFC മൈ പാഷൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു നിക്ഷേപ ഓപ്ഷൻ ഈസ് വെരി സ്യൂട്ടബിൾ ഫോർ യു. HDFC സ്പെഷ്യൽ എഡിഷൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് HDFC പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ. ഇതൊരു സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ അല്ല. അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ഒരു ലിമിറ്റഡ് പീരിയഡ് ഓഫർ ആണ് ഈ ഒരു സ്കീം. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള കാലയളവിലേക്ക്, അതായത് 35 മാസമാകാം, അല്ലെങ്കിൽ 55 മാസമാകാം. അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസിന് ഈ ഒരു സ്കീം പ്രകാരം എക്സ്ട്രാ 0.5% ഇൻട്രസ്റ്റ് റേറ്റും ലഭിക്കുന്നു. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ പണം പൂർണ്ണമായിട്ടും സേഫ് ആണ്, ഗ്യാരണ്ടീഡ് ആണ്. അതുകൂടാതെ മെച്യൂരിറ്റി പീരീഡിന് ശേഷം എത്രയാണ് റിട്ടേൺ വരുന്നത് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാനും സാധ്യമാണ്. മീഡിയം ടേം ഗോളുകൾ അച്ചീവ് ചെയ്യാൻ, അതായത് ഒരു വാഹനം വാങ്ങുക, ഹയർ സ്റ്റഡീസിന് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വിവാഹത്തിനായിട്ട് ഫണ്ട് സ്വരൂപിക്കുക, 2 മുതൽ 4 വർഷത്തിന് ശേഷം വീട്ടിലൊരു വിവാഹം നടക്കാൻ പോവുകയാണെങ്കിൽ അതിലേക്കുള്ള ഫണ്ട് സ്വരൂപിക്കാനായിട്ട് ഈ ഒരു സേവിംഗ് സ്കീം വളരെ സ്യൂട്ടബിൾ ആണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഇതൊരു ലിമിറ്റഡ് ടൈം ഓഫർ ആയതുകൊണ്ട് തന്നെ ബാങ്ക് എപ്പോഴാണ് ഇത് അനൗൺസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ വളരെ കീനായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 5 ഇയർ ടാക്സ് സേവിംഗ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് HDFCയുടെ മറ്റൊരു സ്കീം. ഈ ഒരു സ്കീം പ്രകാരം നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്യാൻ പറ്റും. 5 വർഷമാണ് ഈ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമിന്റെ കാലയളവ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ പണം നിങ്ങളുടെ FDയിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പണം അവിടെ 5 വർഷത്തേക്ക് ലോക്ക് ആയിരിക്കും. പക്ഷേ സെക്ഷൻ 80C, ഇൻകം ടാക്സിന്റെ സെക്ഷൻ 80C പ്രകാരം നിങ്ങൾക്ക് ടാക്സ് ഡിഡക്ഷൻ, ടാക്സ് ബെനിഫിറ്റ് ലഭ്യമാകും. അതായത് എല്ലാ വർഷവും 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് ടാക്സ് ഇനത്തിൽ ലാഭിക്കാനും പറ്റും. FDയുടെ ഇൻട്രസ്റ്റ് റേറ്റും നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു ഫണ്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നത് റിട്ടയർമെന്റ് കോർപ്പസ് ഉണ്ടാക്കിയെടുക്കാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്നതിനായിട്ടുള്ള ഒരു ഫണ്ട് ഉണ്ടാക്കണമെങ്കിൽ അതിനായിട്ട് ഉപയോഗിക്കാം. അതല്ല, ഇതൊന്നും അല്ലെങ്കിൽ തന്നെ സിംപിളി നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് 5 വർഷത്തെ ലോക്ക് ഇൻ പീരിയഡ് ഉണ്ട്. സോ നിങ്ങൾ വൺസ് യു ഡെപ്പോസിറ്റ്, നിങ്ങൾക്ക് 5 വർഷത്തേക്ക് ആ പണം ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. സോ ആ ഒരു കാര്യം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. HDFCയുടെ സ്പെഷ്യൽ സേവിംഗ്സ് അക്കൗണ്ട് ആണ് 4ാമത്തെ സ്കീം. ഇതൊരു സാധാരണ സേവിംഗ്സ് അക്കൗണ്ട് അല്ല, മറിച്ച് ഇതിന് സ്പെഷ്യൽ ബെനിഫിറ്റും ലഭ്യമാണ്. അതായത് സ്പെഷ്യൽ ഗോൾഡ്, പ്ലാറ്റിനം, സീനിയർ സിറ്റിസൺ വേരിയൻസ്, ഇങ്ങനെ ധാരാളം ബെനിഫിറ്റുകൾ ഇതിനകത്തുണ്ട്. എന്താണ് ഇതിനെ കൂടുതൽ സ്പെഷ്യൽ ആക്കുന്നത്? നിങ്ങൾക്ക് ഫ്രീ ഡെബിറ്റ് കാർഡ് ബെനിഫിറ്റ് ലഭിക്കും. അതായത് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ലഭിക്കും. കൂടാതെ ഇൻഷുറൻസ് കവറേജ്, ഡിസ്കൗണ്ടുകൾ, ലൈഫ് സ്റ്റൈൽ വൗച്ചറുകൾ, അതുകൂടാതെ HDFC ബാങ്കിൽ നിങ്ങൾക്ക് ഹോം ലോണോ ഫിക്സഡ് ഡെപ്പോസിറ്റോ ഉണ്ടെങ്കിൽ ചാർജും കുറവായിരിക്കും. അതുകൂടാതെ സീനിയർ സിറ്റിസൺസിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടും അവൈലബിൾ ആണ്. ഇത് കൂടുതൽ ഇൻട്രസ്റ്റ് നൽകുന്നു, മറ്റു പ്രിവിലേജുകളും നൽകുന്നു. സോ നിങ്ങൾക്കൊരു പ്രീമിയം ബാങ്കിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ സേവിംഗ്സ് അക്കൗണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ളതായിരിക്കും. HDFC ഗോൾ ബേസ്ഡ് സേവിംഗ്സ് പ്ലാൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ അവിചാരിതമായി ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ
കുടുംബത്തിന്റെ ഭാവി സാമ്പത്തികമായി സുരക്ഷിതമാക്കുക അല്ലെങ്കിൽ അത് ഭദ്രമാക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസ് നിങ്ങളെ സഹായിക്കുന്നത്. 1 കോടി രൂപയുടെ ബേസ് കവറേജ് നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നു. അതുവഴി കുടുംബത്തിന്റെ കാര്യം സുരക്ഷിതമാവുകയും ചെയ്യുന്നു. അതുവഴി ഈ ഒരു ബേസ് കവറേജ് കുടുംബത്തിന്റെ ഫിനാൻഷ്യൽ പ്ലാനിങ് യാതൊരു തരത്തിലുള്ള ഇന്ററപ്ഷനും ഇല്ലാതെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിന് സഹായകമാകുന്നു. പോളിസി എടുത്ത ആൾ ആദ്യത്തെ 15 വർഷത്തിനുള്ളിൽ മരണപ്പെടുകയാണെങ്കിൽ 1.5 കോടി രൂപയുടെ സ്മാർട്ട് കവർ ബൂസ്റ്റും ലഭ്യമാണ്. കൂടാതെ സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ ബെനിഫിറ്റും അവൈലബിൾ ആണ്. അതായത് മെച്യൂരിറ്റി പീരീഡിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു പോളിസിയിൽ നിന്നും എക്സിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 100% പ്രീമിയവും തിരികെ ലഭ്യമാണ്. മാത്രമല്ല സ്ത്രീകൾക്ക് ആജീവനാന്തം 15% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. കൂടാതെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആദ്യത്തെ 1 വർഷം 15% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. കൂടാതെ 99.7% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയും ഇതിനകത്തുണ്ട്. മാത്രമല്ല ജെന്യൂൻ ആയിട്ടുള്ള ക്ലെയിമുകൾക്ക് 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റ് ഗ്യാരണ്ടിയും ലഭ്യമാണ്. റെഗുലർ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആൻഡ് സ്വീപ്പിംഗ് ഫെസിലിറ്റിയാണ് HDFC പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ. എന്താണ് റെഗുലർ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആൻഡ് സ്വീപ്പിംഗ് ഓപ്ഷൻ? HDFCയുടെ സ്വീപ്പിംഗ് പ്രകാരം നിങ്ങളുടെ FD അക്കൗണ്ട് നിങ്ങളുടെ സേവിംഗ്സ് അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അതായത് നിങ്ങളുടെ സേവിംഗ്സ് അക്കൗണ്ട് ബാലൻസ് ലോ ആവുന്ന സമയത്ത് നിങ്ങളുടെ FD അക്കൗണ്ടിൽ നിന്നും പണം നിങ്ങളുടെ സേവിംഗ്സ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും ട്രാൻസാക്ഷൻ ഡിക്ലൈൻഡ് ആവുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. അതേസമയം നിങ്ങളുടെ പണത്തിന് FD ലെവലിലുള്ള ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു, അത് ഉപയോഗിക്കുന്നത് വരെ. ഇത് ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു എമർജൻസി ഫണ്ടാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഏറ്റവും മികച്ച ഓപ്ഷനാണ് ഈ ഒരു സ്കീം. ഇവിടെ FDയുടെ സെക്യൂരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു, സേവിംഗ്സ് അക്കൗണ്ടിന്റെ ഒരു ലിക്വിഡിറ്റിയും ലഭിക്കുന്നു. സോ ഇതിൽ ഏത് സ്കീമാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് ഡിസിപ്ലിൻ സേവിംഗ്സും ഫ്ലെക്സിബിലിറ്റിയുമാണ് വേണ്ടതെങ്കിൽ മൈ പാഷൻ ഫണ്ട് തിരഞ്ഞെടുക്കാം. മീഡിയം ടേം അഷ്യോർഡ് റിട്ടേൺസിനായിട്ട് സ്പെഷ്യൽ എഡിഷൻ FDയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇനി അതല്ല ടാക്സ് സേവിംഗ് ആണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ 5 ഇയർ ടാക്സ് സേവിംഗ് FD നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതല്ല ലൈഫ് സ്റ്റൈലിന് മാറ്റം വരുത്തണം അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസിന് കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കണം എന്ന ആഗ്രഹമാണ് നിങ്ങൾക്കെങ്കിൽ സ്പെഷ്യൽ സേവിംഗ്സ് അക്കൗണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി അതല്ല എമർജൻസി ഫണ്ടാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ FD പ്ലസ് സ്വീപ്പിംഗ് അക്കൗണ്ട് ആണ് ഏറ്റവും സൂട്ടബിൾ. അപ്പോൾ HDFCയുടെ പ്രധാനപ്പെട്ട 5 ഗോൾ ബേസ്ഡ് സേവിംഗ് സ്കീമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ബോസ്വാല മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.